ഗവൺമെൻറ് ITI കോഴിക്കോട് ഫിറ്റർ ട്രേഡ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് അതിൻ്റെ 3-ാം പാർട്ട് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നിലെ 2 പാർട്ടുകളിൽ നമ്മൾ ലിമിറ്റ് ഫിറ്റ് ടോളറൻസിൻ്റെ ടെർമിനോളജി പഠിച്ചു. കൂടാതെ ടൈപ്സ് ഓഫ് ഫിറ്റ്സ്, ക്ലിയറൻസ് ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഹോൾ ബേസിസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം, അതേപോലെ റീഡിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ചാർട്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹോൾ ബേസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. In a standard system of limits and fits, where the size of the hole is kept constant and the size of the shaft is varied to get the different class of fits, then it is known as hole basis system. Well, limits fits in the standard system പ്രകാരം ഹോളിൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തി ഷാഫ്റ്റിൻ്റെ സൈസ് വേരി ചെയ്ത് ഡിഫറെൻറ്റ് ഡീവിയേഷൻ സോണുകൾ ഷാഫ്റ്റിന് കൊടുത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഹോൾ ബേസിസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹോളിൻ്റെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അതിൻ്റെ സൈസ്, ഷാഫ്റ്റിൻ്റെ സൈസ് നമ്മൾ ഡിഫറെൻറ്റ് ടോളറൻസ് ഷാഫ്റ്റിന് കൊടുത്തിട്ട് ഇൻ്റർഫറൻസ് ഫിറ്റോ അല്ലെങ്കിൽ ക്ലിയറൻസ് ഫിറ്റോ ട്രാൻസിഷൻ ഫിറ്റോ ഒക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കാം. ഇതിൽ ഹോള് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഷാഫ്റ്റിൻ്റെ സൈസിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ടോളറൻസ് സോണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹോള് എൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയറൻസ് ഫിറ്റ് കിട്ടാൻ അതിൽ താഴെ ഉള്ള സോൺ, ടോളറൻസ് സോൺ എടുക്കുകയാണ്. ഇനി ട്രാൻസിഷൻ ഫിറ്റ് ആണെങ്കിലും അതിൻ്റെ അടുത്ത സോണിൽ കുറച്ച് ഭാഗം ക്ലിയറൻസും കുറച്ച് ഭാഗം ഇൻ്റർഫറൻസിലേക്കും പോയിട്ടുള്ള ട്രാൻസിഷൻ ഫിറ്റ്. ഫൈനലി ഇൻ്റർഫറൻസ് ഫിറ്റിൽ ടോട്ടലി ഇൻ്റർഫറൻസ് ആണ്. എല്ലാം ഹോളിൻ്റെ സൈസിനേക്കാളും കൂടുതലുള്ള ഇൻ്റർഫറൻസ് ഫിറ്റ്. ഇങ്ങനെ 3 ക്ലാസ്സസ് ഓഫ് ഫിറ്റ്സ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ ഹോള് കോൺസ്റ്റൻ്റ് ആണ്. അതിനൊരു പ്രധാന കാരണം, വേൾഡിൽ തന്നെ നമ്മൾ ഹോൾ ബേസിസ് സിസ്റ്റമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ് ടൂൾസൊക്കെ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഡ്രില്ലിങ്, ഫ്രെയിമിങ് ഒക്കെ പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഹോൾസ് ഉണ്ടാക്കിയെടുക്കാം. അതിൽ പിന്നെ ഫർദർ മെഷീനിങ് ഒന്നും വേണ്ട, നമ്മൾ ആ കറക്റ്റ് സൈസിലേക്ക് ഹോൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഫിറ്റ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ പാർട്ടിൽ നമ്മൾ ഡീവിയേഷൻസ് കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഹോൾ പാർട്ടിൽ ആൾട്രേഷൻ വരുത്താനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഹോൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ പാർട്ട് റൗണ്ട് തന്നെ ആവണമെന്നില്ല. ഹോളിൻ്റെ സൈസ്, ഹോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല, സിലിണ്ടറിക്കൽ ഷേപ്പ് വേണമെന്നില്ല. ഇനി ഇൻറ്റേർണൽ പാർട്ടിനാണ് ഹോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇൻറ്റേർണൽ പാർട്ടിൽ ആൾട്രേഷൻ വരുത്താൻ എക്സ്റ്റേണൽ പാർട്ടിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻറ്റേർണൽ പാർട്ട് എപ്പോഴും ഫിക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു ഫിക്സഡ് സൈസിൽ നമ്മൾ ഇൻറ്റേർണൽ പാർട്ട് ഉണ്ടാക്കിയെടുക്കുക. ദെൻ എക്സ്റ്റേണൽ പാർട്ടിൽ നമുക്ക് വേണ്ട വേരിയേഷൻസ് കൊടുത്തിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫിറ്റ് എടുക്കാം. ഈ ഒരു കാരണം കൊണ്ടും കൂടിയാണ് നമ്മൾ ഹോൾ ബേസിസ് സിസ്റ്റത്തിന് കൂടുതലായിട്ട് ആക്സെപ്റ്റൻസ് ഉണ്ടാവാൻ കാരണം. അപ്പം the fundamental deviation symbol capital H is chosen for the holes when the hole basis system is followed.
This is because the lower deviation of the hole h is 0. It is known as basic hole. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ് എച്ച് എന്ന ഡീവിയേഷൻ സോൺ. എച്ച് എന്ന ഡീവിയേഷൻ സോണ് അതിൻ്റെ 0 ലൈനിൽ ടച്ച് ചെയ്ത് മേലോട്ടാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഹോളിൻ്റെ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. നമ്മളൊരു ബേസിക് സൈസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 20 എന്ന സൈസ് 20 പ്ലസ് 0.00 ആണ് അതിൻ്റെ ലോവർ ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് സൈസ് ആ 20 തന്നെ കിട്ടുന്നു. അപ്പോൾ ഹോള് കോൺസ്റ്റൻറ്റ് ആ 20 എന്ന സൈസ് പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഈ ഹോൾ ബേസിസ് സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഹോൾ ബേസിസ് സിസ്റ്റം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ സിമ്പിൾ എച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹോളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് എടുക്കുന്നു. അപ്പോൾ അതിന് ബേസിക് ഹോൾ എന്നാണ് പറയുന്നത്. ഇനി ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. In a standard system of limits and fits, where the size of the shaft is kept constant and the variations are given to the hole for obtaining different class of fits, then it is known as shaft basis system. നേരത്തെ ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചത് ഹോളിൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തി വേരിയസ് ഷാഫ്റ്റ് സൈസിൽ മാറ്റം വരുത്തിയിട്ട് ആൾട്രേഷൻ വരുത്തിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുകയും ഹോളിൻ്റെ സൈസിൽ വേരിയേഷൻസ് വരുത്തി ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഫിറ്റ്സ് ഉണ്ടാക്കുന്നതാണ് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷാഫ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഹോളിലാണ് നമ്മൾ വേരിയേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിലും ചില പെർട്ടിക്കുലർ കേസുകളിൽ അത് വളരെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഷാഫ്റ്റ് ബൾക്കി ആയിട്ടുള്ള ഷാഫ്റ്റ്, വളരെ വലിയ ഷാഫ്റ്റുകൾ, കോംപ്ലിക്കേറ്റഡ് ഷേപ്പായിട്ടുള്ള ഷാഫ്റ്റുകൾ, ഇതൊക്കെ ആണെങ്കിൽ അത് സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഹോളിൽ മാറ്റം വരുത്തിയിട്ട് ഏത് ക്ലാസ് ഫിറ്റാണോ ഉണ്ടാവേണ്ടത് വെച്ചാൽ അതേ രീതിയിൽ ഫിറ്റ് ഉണ്ടാക്കിയെടുക്കും. ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ പാർട്ടാണ്, നമുക്കറിയാം. എക്സ്റ്റേണൽ പാർട്ട് അതായത് ബൾക്കി ആയിട്ടുള്ള എക്സ്റ്റേണൽ പാർട്ട്, അതാണ് അങ്ങനത്തെ കേസിലാണ് അതിൽ ഫിറ്റ് വരുമ്പോഴാണ് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. The fundamental deviation symbol small h is chosen for the shaft when the shaft basis system is followed. This is because the upper deviation of the shaft h is 0. It is known as basic shaft. അപ്പോൾ നേരത്തെ ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെ സ്മോൾ എച്ച് ആണ് നമ്മൾ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിൽ ഷാഫ്റ്റിൻ്റെ ഡീവിയേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ എച്ച് ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ അപ്പർ ഡീവിയേഷൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പർ ഡീവിയേഷൻ 0 ആയിരിക്കും. അപ്പോൾ അതിന് പറയുന്നത് ബേസിക് ഷാഫ്റ്റ് എന്നാണ്. The BI system of limits and fits, reading the standard chart. നമുക്ക് 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസും 18 ഫണ്ടമെൻ്റൽ ടോളറൻസും അടങ്ങിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത്, ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് കാണാം. അതിൽ 500 mm വരെയുള്ള അളവുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ചാർട്ട്. പ്രധാനപ്പെട്ട റീഡിങ്സിൻ്റെ ഒക്കെ എല്ലാ നമുക്കിപ്പോൾ 25H7 അല്ലെങ്കിൽ G6 അങ്ങനെ പറഞ്ഞിട്ട് ഓരോ അളവുകൾ വെക്കും. ലെഫ്റ്റ് സൈഡിൽ അളവ് ഉണ്ടാവും. ആ അളവിന് നേരെ നമുക്ക് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഏതാണെന്ന് നോക്കാം. എച്ച്, ഇപ്പോൾ എച്ചിൽ 7 ആണെങ്കിൽ H7ൻ്റെ താഴെ എന്താ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്ലസ് ഒരു വാല്യൂ, ഒരു മൈനസ് വാല്യൂ തന്നിട്ടുണ്ടാവും.
അത് അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനുമാണ്. അപ്പോൾ ആ അളവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ദ അപ്പർ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഈസ് ഡിനോട്ടഡ് ആസ് ES, ക്യാപിറ്റൽ ES ആണ് ഹോളിന്. ആൻഡ് ലോവർ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഈസ് ഡിനോട്ടഡ് ആസ് EI. അപ്പർ ഡീവിയേഷന് ES എന്നും ലോവർ ഡീവിയേഷന് EI എന്നും പറയുന്നു. അതുപോലെ തന്നെ ഷാഫ്റ്റിന് ദ അപ്പർ ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ES, സ്മോൾ ES ആണ്. ആൻഡ് ദ ലോവർ ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഡിനോട്ടഡ് ആസ് EI, സ്മോൾ EI ആണ്. അപ്പോൾ ES എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എക്സ്പാൻഷൻ എക്കാർട്ട് സുപ്പീരിയർ എന്നുള്ളതാണ്. ആൻഡ് EI എന്നുള്ളത് എക്കാർട്ട് ഇൻഫീരിയർ എന്നും പറയും. അപ്പോൾ ആ ES ആൻഡ് EI ആണ് അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻസ്. നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ഫിറ്റിൻ്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് 20H7G6. ക്യാപിറ്റൽ H7 കൊണ്ട് ഹോളും സ്മോൾ G6 കൊണ്ട് ഷാഫ്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് സൈസ് എന്ന് പറയുന്നത് 20 ആണ്. സ്റ്റാൻഡേർഡ് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂസിൽ 20 എന്ന വാല്യൂവിൻ്റെ നേരെ നമുക്ക് 20യുടെ വാല്യൂവിൻ്റെ നേരെ H7 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനും കിട്ടും. 20 and 0. അപ്പോൾ 20 എന്ന് പറയുന്ന അപ്പർ ഡീവിയേഷൻ അല്ലെങ്കിൽ എക്കാർട്ട് സുപ്പീരിയർ ആണ്. അപ്പോൾ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ 20 അത്രയും മൈക്രോൺസ് ആണ്. ആ മൈക്രോൺസ് ആയതുകൊണ്ട് 20യെ ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1/1000 ഓഫ് എൻ mm ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 1000 നമ്മൾ കാണണം, അതായത് 0.020 ആയിരിക്കും. അപ്പോൾ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0.020, എക്കാർട്ട് സുപ്പീരിയർ അല്ലെങ്കിൽ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ 20 + 0.20 ആയിരിക്കും, മീൻസ് 20.020. അതേമാതിരി ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആണ്. Hൻ്റെ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും, എക്കാർട്ട് ഇൻഫീരിയർ എന്ന് പറയുന്നത് EI അത് 0 ആണ്. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ 20 - 0.00 എന്ന് പറഞ്ഞാൽ 20 തന്നെ. അതിൻ്റെ ബേസിക് സൈസ് തന്നെ ആയിരിക്കും അതിൻ്റെ ലോവർ ലിമിറ്റ് ഓഫ് സൈസ്. ഇനി ഷാഫ്റ്റിൻ്റെ വാല്യൂസിൽ നോക്കാം. ഷാഫ്റ്റിൽ 20G6 അതിൻ്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചാർട്ടിൽ കൂടെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ബുക്കിൽ നോക്കുക, ചാർട്ടിൽ. അപ്പോൾ രണ്ട് വാല്യൂസ് കാണും, -7 and -20. അപ്പോൾ -7 എന്ന് പറയുന്നത് അപ്പർ ഡീവിയേഷൻ ഓഫ് ഷാഫ്റ്റ് ആണ്, അതായത് സ്മോൾ ES, എക്കാർട്ട് സുപ്പീരിയർ എന്നുള്ളത് സ്മോൾ ES ആണ്. അപ്പോൾ -7/1000 എന്ന് പറഞ്ഞാൽ 0.007 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും 20 - 0.007 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.993 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇത് അപ്പർ ലിമിറ്റ് ഓഫ് സൈസ്, ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ് ഓഫ് സൈസ് 19.993. അതേപോലെ ഷാഫ്റ്റിൻ്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ -20 ആണ്. -20 എന്ന് പറഞ്ഞാൽ എക്കാർട്ട് ഇൻഫീരിയർ EI എന്ന സിമ്പലോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ലോവർ ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 - 0.020 ആണ്. അപ്പം ഈക്വൽ ടു 19.980 എന്നും കിട്ടും. ഇതുപോലെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ചാർട്ട് റീഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡയമെൻഷനും, അതായത് ഫിറ്റുകളുടെ H7, G6 തുടങ്ങിയ വാല്യൂസ് ഇതുപോലെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഡ്രോയിങ്ങിൽ നമുക്ക് ഫിറ്റ് ഇതേപോലെയാണ് തരിക. 20H7/G6 അല്ലെങ്കിൽ 20H7/G6 എന്ന രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ വാല്യൂസ് തരിക. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ചാർട്ട് വെച്ചിട്ട് നോക്കിയിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റ് ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻസ്, അതായത് എക്കാർട്ട് സുപ്പീരിയറും എക്കാർട്ട് ഇൻഫീരിയറും കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ആ ബേസിക് സൈസിനോട് 20 ആണെങ്കിൽ 20യോട് ആഡ് ചെയ്താൽ അതിൻ്റെ അപ്പർ ലിമിറ്റ് ഓഫ് സൈസും അതിൻ്റെ ലോവർ ലിമിറ്റ് ഓഫ് സൈസും കിട്ടും.
ബോത്ത് ഫോർ ഷാഫ്റ്റ് ആൻഡ് ഫോർ ഹോൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഫിറ്റ് എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് സ്റ്റാൻഡേർഡ് ചാർട്ട് റീഡ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് SMS വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മൾ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.